ജനിച്ച് 23ാമത്തെ ദിവസം തൊട്ട് ഏകദേശം 18 വയസ്സോളം ഞാൻ അനുഭവിച്ച എൻ്റെ ഒരു പ്രശ്നമായിരുന്നു. പാമ്പിൻ്റെ തൊലി ഇളകുന്ന പോലെ എൻ്റെ സ്കിന്നിങ്ങനെ പൊളിഞ്ഞു പോവുക, വിണ്ട് കയറുക, അതിനിടയിലൂടെ ചോരയും പഴുപ്പും വരുന്നു. പിന്നെ നമ്മൾ ഉടുപ്പ് അതിൽ ഒട്ടിപ്പിടിക്കും, ഇളക്കുമ്പോൾ ഉള്ള വേദന, അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. ഇത് മാറിയത് എന്ത് മരുന്ന് ഉപയോഗിച്ചാണെന്ന് ഞാൻ പറയാം. അതാകുമ്പം ഇനിയുള്ള ഒരുപാട് പേര് ഇത് അനുഭവിക്കുന്നുണ്ടാവും. അല്ലാതെ തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ എല്ലാവരും ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷബ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ട ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇട്ടതിന് ശേഷം അതിന് ഒരുപാട് വ്യൂസും അതിൽ കമൻസും അങ്ങനെ ഒരുപാട് റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു ഇത്. മാക്സിമം അതിൽ വന്ന കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോ റീച്ച് ആയതിനു ശേഷം എനിക്ക് മനസ്സിലായത് ഇതേ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ചേർത്ത് എന്തുകൊണ്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് ഞാൻ കറക്റ്റായിട്ടൊന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് കരുതി. അപ്പോൾ ഞാനും കൊച്ചിലെ മുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ഈ ഡ്രൈ സ്കിന്നിൻ്റെ പ്രശ്നം. ഡ്രൈ സ്കിന്നെന്ന് പറയുമ്പോൾ ഈ കാലിലൊക്കെ ഡ്രൈ ആയിട്ടങ്ങ് വരയൊക്കെ വീണ് അതങ്ങ് പൊരിഞ്ഞങ്ങ് ഇളകി. പിന്നെ ഈ തണുപ്പ് മാസം ഡിസംബറൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അത് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തിന് മുന്നേ വരെയും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഇവരുടെ വീഡിയോ ഇവരൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നതായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഇവർ യാദർച്ഛികമായിട്ട് ഇവർ പറയുന്നതാണ് എൻ്റെ സ്കിന്നിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവരുടെ സംസാരം കേട്ടപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ജെന്യൂനായിട്ട് ഫീൽ ചെയ്ത്. അവരൊരുപാട് നാൾ കഷ്ടപ്പെട്ട ഒരു ഫീലിങ്സ് അവരത് പുറത്ത് പറഞ്ഞപ്പോഴും അതിനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അവരത് തുറന്ന് പറഞ്ഞത്. ഞാൻ ഒരുപാട് ലോഷൻസ് എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വലിയൊരു മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലിസറിനും റോസ് വാട്ടറുമാണ്. എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. അത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. ഞാൻ കറക്റ്റ് രീതിയിലാണ് ഇത് യൂസ് ചെയ്യുന്നതും. ഈ വീഡിയോ ഇട്ടതിന് ശേഷവും ഒരുപാട് പേർക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ താങ്ക് യു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞു തന്നതിന് അവർക്ക് ഒരുപാട് സന്തോഷമുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇങ്ങനെ അനുഭവിക്കുന്നവർക്ക് ഒരു സൊല്യൂഷൻ കിട്ടിയല്ലോ എന്ന് ആലോചിച്ചപ്പം എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ചിലവർ പറഞ്ഞിട്ടുണ്ട് അത് അവർക്ക് മുഖം കരിവാളിക്കുന്നു, ഇത് തേച്ചിട്ട് വെയിൽ കൊള്ളാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ നമ്മൾ ഏതൊരു ക്രീമായാലും നമ്മൾ ഈ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിന് ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇട്ടിട്ട് നമ്മൾ വെയിലത്ത് പോകാൻ പാടില്ല. ഈ ഗ്ലിസറിൻ റോസ് വാട്ടറും നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് രാത്രി നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം നമ്മൾ ഈ നമസ്കാരമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ഈ രാവിലെയൊക്കെ യൂസ് ചെയ്താൽ വീണ്ടും അത് കഴുകി കളയണം അല്ലേ. അപ്പം രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കാലിലും നമ്മുടെ ബോഡി ഫുൾ അത് യൂസ് ചെയ്യാം, ഫേസിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു കുഴപ്പവും വരില്ല. നമ്മുടെ ഈ ചുണ്ടിലെ കറുപ്പൊക്കെ ഇല്ലേ, ചുണ്ടിലുള്ള കറുപ്പ്, അത് ടാൻ അടിച്ചിട്ടുണ്ടാകുന്ന കറുപ്പ്, പിന്നെ നമ്മളെ കണ്ണിന് ചുറ്റും വരുന്ന കറുപ്പിനെല്ലാം ഈ ഗ്ലിസറിൻ നല്ലതാണ്. അത് ഗ്ലിസറിനും ഒരു ഇത് നമുക്ക് കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചെറിയ ടിന്നിൽ ഗ്ലിസറിനും റോസ് വാട്ടറും കിട്ടും. അത് ഈ പറഞ്ഞതുപോലെ റേറ്റും കുറവാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുക, ഒരേ അളവിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിന് നമുക്ക് സാധാരണ യൂസ് ചെയ്യും പോലെ നമ്മൾ ലോഷനൊക്കെ തേക്കും പോലെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് വെക്കുകയാണെങ്കിൽ 2 തുള്ളി ഗ്ലിസറിൻ, അതേപോലെ 2 തുള്ളി ഗ്ലിസറിൻ ആണെങ്കിൽ 3 തുള്ളി റോസ് വാട്ടർ, ആ രീതിയിൽ അത് യൂസ് ചെയ്യേണ്ടി വരും. ഗ്ലിസറിൻ മാത്രമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഗ്ലിസറിൽ ഒരു ചൂടുണ്ട്, അത് നമ്മളിങ്ങനെ തേക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അത് നമ്മളെ കയ്യിൽ ഗ്ലിസറിനും റോസ് വാട്ടറും ആയാലും ഇങ്ങനെ കയ്യിൽ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് 2 കൈയും വെച്ചൊന്ന് തേക്കുക. അപ്പോഴേക്കും ആ ഒരു ചൂട് അങ്ങ് മാറും. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു കുഴപ്പവും കാണില്ല. ചിലവർ അതും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചൂടാണ് ഗ്ലിസറിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാവർക്കും ഉണ്ടോയെന്ന്? എല്ലാവർക്കും ഉണ്ടാവും. ഗ്ലിസറിൽ എല്ലാവർക്കും ആ ചൂട് അനുഭവപ്പെടും. നമ്മൾ ഒരു അളവിന് മീതെ നമ്മൾ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫേസിലായാലും ശരിയാണ്, ഫേസിൽ ഒരുപാട് ഗ്ലിസറിൻ്റെയും റോസ് വാട്ടറിൻ്റെ ആവശ്യമില്ല. നമുക്ക് കുറച്ച് ഒരു തുള്ളി ഗ്ലിസറിനും 1 തുള്ളി 2 തുള്ളി 1-2 തുള്ളി റോസ് വാട്ടർ മാത്രം മതിയാവും ഫേസിലത്തേക്ക്. ചെറിയൊരു തുള്ളി മതിയാവും.
ഒരുപാട് എടുത്ത് ഇങ്ങനെ കയ്യിൽ ഇതാക്കി ഫുൾ ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ഒരു ക്രീം പോലെയൊന്നും ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സാധാരണ നമ്മൾ തേച്ചിട്ട് അതങ്ങ് അബ്സോർബ് ചെയ്തോളും. നമുക്ക് സാധാരണ എണ്ണയൊക്കെ തേക്കും പോലെ പുറത്തിങ്ങനെ കിടക്കില്ല. അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലിസറിൻ്റെ അളവ് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തേക്കുമ്പോഴത്തേക്കും ചെറിയ ആ ഒരു സോഫ്റ്റ്നെസ്സും കിട്ടും, അതുപോലെ അതങ്ങ് അബ്സോർബ് ചെയ്ത് സാധാരണ ഒരു രീതിയിൽ അതങ്ങ് ആവും. അതുപോലെ നല്ല ഗ്ലോ ആണ് കേട്ടോ. ഇത് തേച്ച് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സ്കിന്ന് നല്ല ഗ്ലോ ആയതുപോലെ ഫീൽ ചെയ്യും, ടാൻ മാറിയതുപോലെ ഫീൽ ചെയ്യും. ചുരുക്കം ഉണ്ടല്ലോ, നമ്മൾ ഈ ചുളിവുകളുണ്ടല്ലോ അതൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യും. അതായത് ടൈറ്റൻ ചെയ്യും, ഈ ചുളിവുകളൊക്കെ മാറി സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് സംഭവിച്ച കേസാണ് ഞാൻ പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാത്ത കേസ് എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞുതരാൻ പറ്റില്ലല്ലോ. എനിക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടായി അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്കിന്നിന് യാതൊരു പ്രോബ്ലവും ഇല്ല, നിങ്ങളുടെ സ്കിന്ന് നല്ല ഒരു ഹെൽത്തി ആയിട്ടൊരു സ്കിന്നാണെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യരുത്. വെറുതെ എന്തിനാണ് യൂസ് ചെയ്യണത്? നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്കിന്നുണ്ട്, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ ഒരു ഡ്രൈ സ്കിന്ന് ആ ഒരു ഇത് മുഖേന ഒരുപാട് പേർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്താൽ ഇങ്ങനത്തെ പിറകിൽ കൂടെ ഇങ്ങനത്തെ മാറ്റങ്ങളും കൂടെ അവർക്കും ഉണ്ടാവും. അല്ലാതെ ഉള്ള നിറം കൂട്ടാനായിട്ടോ വേറെ ഒന്നിനോ വേണ്ടിയിട്ടൊന്നും ഇത് യൂസ് ചെയ്യണ്ട, അതാണ് നല്ലത്. പിന്നെ ഡെയിലി ഒരു നേരം ഇത് ഇട്ടെന്ന് പറഞ്ഞ് നമുക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത് രാത്രി യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ റോസ് വാട്ടറും ഗ്ലിസറിനും. ഇത് ഞാൻ റോസ് വാട്ടർ ഇപ്പം വാങ്ങിച്ചതാണ്. ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ ചെയ്തപ്പം വേറൊരു റോസ് വാട്ടർ ആയിരുന്നു, അത് കഴിയാറായിരുന്നു. ഇതിപ്പം 80 രൂപയാണ് ഈ ഒരു ബോട്ടിൽ. അപ്പോൾ 80 രൂപയുടെ ഞാനിപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം എനിക്കത് ഓക്കെ എനിക്കെന്നല്ല, ഞാൻ എൻ്റെ ഫാമിലിയിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും മക്കളും എല്ലാം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫുൾ ബോട്ടിൽ, ഒരു വലിയ ബോട്ടിൽ വാങ്ങിച്ചേക്കും, കുറേ നാളിരിക്കും. നമുക്കിപ്പോൾ അടുത്ത് ഒന്നും ഇത് വാങ്ങിക്കേണ്ടി വരില്ല, കുറേ നാളിരിക്കും. അതുപോലെ ഈ ഗ്ലിസറിൻ്റെ ഈ ഒരു ബോട്ടിൽ വന്നിട്ട് 70 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ചെറിയ ബോട്ടിലും കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു 2 ബോട്ടിൽ റോസ് വാട്ടറും ഗ്ലിസറിനും വാങ്ങിച്ച് മിക്സ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് നിങ്ങൾക്കത് പറ്റില്ല, ഇത് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യേണ്ടി വരില്ലല്ലോ, അത് വെറുതെ വേസ്റ്റ് ആവുകയില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുത് നിങ്ങൾക്ക് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒഴിക്കുന്നത് ഓൾറെഡി ഗ്ലിസറിനും റോസ് വാട്ടറും ഞാൻ തുല്യ അളവിൽ മിക്സ് ചെയ്ത് വെച്ചതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റും അലോവേറ ജെല്ലും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ ഒരു കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് രണ്ടുമാണ് യൂസ് ചെയ്യണത്. പക്ഷെ ഒരുപാട് പേര് വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെയും ഈ അലോവേറ ജെല്ലിൻ്റെയും കേസും കൂടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അലോവേറ ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ അതെടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തേച്ച് നോക്കാം. ഇതെല്ലാം സ്കിന്ന് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും കുറച്ച് മോയ്സ്ചറൈസറായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓൾറെഡി അലർജി ഉള്ളവരെന്തായാലും ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യണതാണ് നല്ലത്. ഈ കയ്യിലെ ഈ സൈഡ് ഭാഗത്ത് നമ്മുടെ സ്കിന്നും ഈ ഫേസിലെ സ്കിന്നൊക്കെ ഏകദേശം ആ സ്കിൻ ടോൺ ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ആ കയ്യിലെ സൈഡ് ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് കണ്ടതിന് ശേഷം വേണം നിങ്ങൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡയറക്റ്റ് ആദ്യമേ എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ബാക്കി ഡ്രൈ സ്കിന്ന് ആർക്ക് ഇത് അടിപൊളി സാധനമാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.